നിങ്ങൾ നോക്കൂ, നിങ്ങളാരെങ്കിലും പ്രയാഗിൽ പോയോ എന്നറിയില്ല. ത്രിവേണി സംഗമത്തിൽ ഈ കുംഭമേള സമയത്ത് പോയോ എന്നറിയില്ല. ആരെങ്കിലും പോയിരുന്നോ? ഭയങ്കര പൊടിയും ഭയങ്കര പ്രശ്നങ്ങളും 20-30 കിലോമീറ്ററൊക്കെയാണ് പാവം ആളുകൾ നടന്നത്. ഞാനും പോയിരുന്നു ലാസ്റ്റ് ഡേ, ശിവരാത്രിയുടെ തലേ ദിവസം. അങ്ങനെ അവിടെ ചെന്ന് സ്നാനം ചെയ്ത് ഞാൻ ഇത്തിരി VIP ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് അവിടുത്തെ ബുദ്ധിമുട്ടൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നെ കൊണ്ടുപോയ പോലീസുകാരനോട് പറഞ്ഞു, ഇത്രയും ആളുകൾ കഷ്ടപ്പെട്ട് വരുന്നു, അറ്റ്ലീസ്റ്റ് അതൊന്നും എനിക്ക് കാണണം, എങ്ങനെയാണ് ആളുകൾ വരുന്നത്. അപ്പോൾ എന്നെ ഒരു ടവറിൻ്റെ മുകളിൽ കൊണ്ടുപോയി. ആ ടവറിൻ്റെ മുകളിൽ നോക്കുമ്പോൾ 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ദൂരെ നിന്നാണ് ആളുകൾ വരുന്നത്. തൊഴുതുപോയി. ഇത്രയും കഷ്ടപ്പാടുകൾ, ഇത്രയും ബുദ്ധിമുട്ടുകൾ നടക്കുക ആളുകൾ, ഇത്രയൊക്കെ ത്യാഗവും കഷ്ടപ്പാടും സഹിച്ചുകൊണ്ട്, വേദനകളും അനുഭവിച്ചുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് അവർ ഈ തീർത്ഥാടനത്തിന് വരണമെങ്കിൽ അവരാ ബുദ്ധിമുട്ടുകളെയല്ല കാണുന്നത്, ആ സ്നാനം ചെയ്ത് കിട്ടുന്ന ഒരു പുണ്യം, സുകൃതം. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാനിതാ മുങ്ങുന്നു. ബാക്കിയൊന്നും ഒരു വിഷയമല്ല. ശരിയല്ലേ അത്? ആണോ അല്ലയോ? ബാക്കി കഷ്ടപ്പാടുകളൊന്നുമല്ല, ഒന്നും ഒരു ബുദ്ധിമുട്ടല്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും എൻ്റെ രാഷ്ട്രത്തിനും എൻ്റെ സംസ്കൃതിക്കും വേണ്ടി ഈ ത്രിവേണിയിൽ ഞാനിതാ മുങ്ങുന്നു. ആ ഒരു മുങ്ങലുണ്ടല്ലോ, അതിനു വേണ്ടി മാത്രം കിലോമീറ്ററോളം നടന്നവർ വരുന്നുവെങ്കിൽ ഇപ്പം കഷ്ടപ്പാടുകളൊന്നും കഷ്ടപ്പാടുകളല്ല. ആണോ? അവർക്ക് പറയൂ നിങ്ങൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വലിയ സൗഭാഗ്യമാണ്. ഇപ്പം ഇവിടെ വിഷ്ണു സഹസ്രനാമം ഡെയിലി ചൊല്ലുന്നവർ എത്ര പേരുണ്ട്? നന്നായത്. നമുക്ക് ക്രമേണ ഒരു സംസ്കാരം ഉണ്ടാക്കി വെക്കണം. ദിവസവും ഹിന്ദുവാണെങ്കിൽ കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകിട്ട് ലളിതാ സഹസ്രനാമവും, അതുപോലെ ഏകാദശി ദിവസമെങ്കിലും ഗീതയും വായിക്കുന്ന ഒരു സംസ്കാരം ക്രമേണ നമുക്ക് വളർത്തിയെടുക്കണം. ഗീതാ പുസ്തകമില്ലാത്ത ഒരു വീടും നമ്മുടെ നാട്ടിലുണ്ടാവരുത്. നിങ്ങളും ഒരു ബർത്ത്ഡേക്ക് എന്തെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ എന്ത് കൊടുക്കണം? ഒരു ഗീതാ പുസ്തകം, അതുപോലെ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം. ഇതൊരു സംസ്കാരമായി വന്നാൽ ഇതിപ്പോഴേ നമ്മൾ തുടങ്ങണം. 3 വെല്ലുവിളികൾ ഹിന്ദുക്കൾ നേരിടുന്നുണ്ട്. 3 വെല്ലുവിളികൾ. ഒന്ന്, വളർന്നു വരുന്ന കുട്ടികൾ വളരെയധികം അച്ചടക്കമില്ലാതെയാണ് വളരുന്നത്. ആണോ? പറഞ്ഞാൽ അനുസരണയുള്ളവർ വളരെ അവർക്ക് പറയൂ കുറഞ്ഞു വരികയാണ്. 2, മൊബൈലിൻ്റെ സ്വാധീനം കൂടിക്കൂടി വരുന്നു. 3, അവരുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ, എടുത്തുചാട്ടങ്ങൾ, പിടിവാശികൾ, ദേഷ്യം. ആണോ അല്ലയോ? ശരിയാണോ ഞാൻ പറയുന്നത്? ഇതിനെ മറികടക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നാളെ നല്ലൊരു ജീവിതം എവിടെ ഉണ്ടാക്കാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊരു നാമജപ സംസ്കാരം ഇതുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ അവൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന നാമം ചൊല്ലും. അതോടുകൂടി അവരുടെ ഇടയിൽ ഒരു മെൻ്റൽ ട്യൂണിങ് വരും. ഇപ്പം നമുക്ക് വൈഫൈ കണക്ഷൻ ഉള്ളതുപോലെയാണ് നാമം ജപിക്കുമ്പോൾ. നോക്കൂ, നമ്മളിലൊക്കെ ഒരു നാമജപ സംസ്കാരം ഉള്ളത് കൊണ്ടല്ലേ ഇവിടെ നിങ്ങളിന്ന് വന്നത്. ഒരു മെൻ്റൽ ട്യൂണിങ് ഇതാണ്. ഇതൊരു വൈഫൈ കണക്ഷൻ പോലെയാണ്. നിങ്ങൾക്കിതിനോടൊരു ആകർഷണം വരുന്നു, എനിക്കിതിനോടൊരു ആകർഷണം വരുന്നു, നമുക്കെല്ലാവർക്കും ഇതിനോടൊരു ആകർഷണം വരുന്നുവെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ നാമസ്മരണ സംസ്കൃതിയുടെ ഒരു പ്രഭാവലയം കൊണ്ടല്ലേ, അതിൻ്റെ ഒരു തരംഗം കൊണ്ടല്ലേ, അതിൻ്റെ ഒരു ഊർജ പ്രസരണം കൊണ്ടല്ലേ. ആണോ അല്ലയോ? അപ്പം അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ അത് പഠിച്ചു കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ, അവർ കല്യാണം കഴിച്ചാൽ പോലും ഭാര്യാഭർത്താക്കന്മാരുടെയിലും അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടാകുമോ? ഉറക്കെ പറയൂ. ഇതല്ലേ നിങ്ങൾ പഠിപ്പിക്കേണ്ടത്? വിഷ്ണു സഹസ്രനാമം അറിയാത്ത ഒരു കുട്ടി പോലും നമുക്കുണ്ടാവരുത്. ഇവിടെ ഇപ്പം ധാരാളം കുറച്ച് കുട്ടികളെ കാണാനുണ്ട്. അടുത്തൊരു തലമുറ നമ്മൾ കുട്ടികളിലേക്ക് ഈ സംസ്കൃതി എങ്ങനെ കൊണ്ടുവരണം? ഈ വെക്കേഷനിലെങ്കിലും നിങ്ങളെല്ലാവരും ഒരു 10 കുട്ടികളെ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും പഠിപ്പിക്കാൻ തയ്യാറായാൽ പാലക്കാട് കേരളത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരമുള്ള നാടാവും. നാളെ എല്ലാവരും പറയും കല്യാണം കഴിക്കാൻ പാലക്കാട് പോകണമെന്ന്, നല്ല കുട്ടികളെ കിട്ടണമെങ്കിൽ പാലക്കാട്ടേക്ക് പോകണമെന്ന്. പറയിപ്പിക്കണോ വേണ്ടയോ? എന്താ ഒന്നും മിണ്ടാത്തത്? വേണ്ടേ? എന്നാൽ നിങ്ങളുടെ പാലക്കാടിൻ്റെ ഇപ്പോഴത്തെ ഒരു ചിത്രം എന്താണെന്നറിയോ? അടുത്ത കാലത്ത് വളരെ വൈറലായിട്ടുള്ള ഒരു കുട്ടിയുടെ
അധ്യാപകൻ്റെ നേരെ അധ്യാപകൻ്റെ ഹെഡ് മാസ്റ്ററുടെ ക്യാബിനിലിരുന്ന് ചൂണ്ടിക്കൊണ്ട് വർത്തമാനം പറയുന്നൊരു വൈറലായിട്ടുള്ളൊരു ഇല്ലേ, ഉണ്ടോ ഇല്ലയോ? എനിക്കത് കണ്ടപ്പോൾ വലിയ വിഷമായി. ഞാൻ ആ ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മാവേലിക്കര സപ്താഹം നടത്തുകയാണ്. നിങ്ങൾ കേട്ട് കാണാം, ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം. അപ്പം ഞാൻ അതിൻ്റെ സംഘാടകരോട് പറഞ്ഞു, നമുക്ക് ഇവിടെ അധ്യാപകരെ പൂജിക്കണം. അങ്ങനെ കുറേ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുത്തി സ്റ്റേജിലിരുത്തി അധ്യാപകരെ ഞങ്ങൾ പൂജിച്ചു. ഇവിടെ ഗുരുവായൂരിൽ പോലും ചെയ്തു അത്. അധ്യാപകൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നവനല്ല വിദ്യാർത്ഥി, അധ്യാപകൻ്റെ പാദത്തിൽ പൂവർപ്പിക്കുന്ന വിനയമുള്ളവനാണ് വിദ്യാർത്ഥി എന്നൊരു സംസ്കാരം അത് ആ കുട്ടികളിൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ, ഞാൻ കൈയടിക്കാനല്ല പറയുന്നത്, ഇത് നമ്മുടെ കുട്ടികളിലേക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കണം. മറ്റു മതങ്ങൾക്കെല്ലാം അവരുടേതായിട്ടുള്ള ആചാര്യന്മാരുണ്ട്. ഇപ്പം ഇസ്ലാം മതത്തിന് മുസ്ലിയാന്മാരുണ്ട്, ഇഷ്ടംമാതിരി ആളുകളുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ നിങ്ങൾക്കറിയാം ധാരാളം ഫാദേഴ്സ് ഉണ്ട്. ഹിന്ദുക്കൾക്ക് പഠിപ്പിക്കാനായി അങ്ങനെ ഒരു വ്യവസ്ഥയും സംവിധാനവും ഇല്ല. ഇവിടുത്തെ ഗുരുക്കന്മാരാരാന്നറിയോ? മാതാപിതാ ഗുരു. ആരാ ഗുരു? ഉറക്കെ പറയൂ. ഇത് പഠിപ്പിച്ചില്ലെങ്കിലോ കുരു. പഠിപ്പിച്ചാൽ ഗുരു, പഠിപ്പിച്ചില്ലെങ്കിൽ കുരു. ഇപ്പം ആരാ നിങ്ങൾ? കേട്ടില്ലേ ഞാൻ? ഗുരുവാണോ കുരുവാണോ? ഇത് പഠിപ്പിച്ചാൽ ഗുരുവാണ്. എത്ര പേര് പഠിപ്പിക്കുന്നവരുണ്ട്? കണ്ടില്ലേ, കാതേ കേൾക്കണില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? എത്ര പേര് പഠിപ്പിക്കുന്നവരുണ്ട്? കുറേ പേര്. അവരെയൊക്കെ നമസ്കരിക്കണം കേട്ടോ. ഇനി പഠിപ്പിക്കാത്തവരോട് പറയുകയാണ്, പഠിപ്പിക്കാത്തവരും എന്ത് ചെയ്യണം? വീട്ടിലുള്ളവരെയല്ല, നിങ്ങളൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ മറ്റുള്ളവർക്കും ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം നമുക്കുണ്ടാക്കണം. വേണ്ടയോ? അപ്പം നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഒരു പരിവർത്തനം പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കിയെടുക്കാം. തയ്യാറാണോ? പാലക്കാടിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു ആത്മീയം, ഇതൊരു പൈതൃക ജില്ലയാണ്. ആ പൈതൃകം എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഒരു ആത്മീയവും എന്നൊരു വാക്ക് ചേർക്കണ്ടേ? വേണ്ടയോ? അപ്പം എത്ര പേര് അതിന് തയ്യാറാണ്? പാലക്കാടിൻ്റെ ഒരു രീതിയെ ഞങ്ങളൊന്ന് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ പാലക്കാട് എന്നൊക്കെ പറയുമ്പം പണ്ട് നെല്ലറയുടെ നാടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്ന ധാരാളം പ്രതിഭകൾ, മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ജനിച്ചിട്ടുള്ള നാടാണ് ഇത് പാലക്കാട്. അപ്പം അങ്ങനെയുള്ള ഒരു സംസ്കൃതിയുള്ളൊരു നാട്, അതിനെ ഒരു ആത്മീയമായ ഒരു ചൈതന്യം പകരാൻ നമ്മളെല്ലാവരും വിചാരിച്ചാൽ സാധിക്കും. അതിനാണെന്ന് വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് നിങ്ങളാണെങ്കിൽ സുഹൃതം ചെയ്തവരാണ്. അനവധി മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമാകുന്ന ഒരു വേദിയാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സുഹൃതം ഭാഗ്യം, ഈ അനുഗ്രഹം, ഇത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനാവണം. വിഷ്ണു സഹസ്രനാമം ചൊല്ലാനായി വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ശ്രമിക്കേണ്ട 2 വാക്കുകൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൃഷ്ണൻ പറയും, ആചരിക്കണം, ആചരിപ്പിക്കണം. പറയൂ എല്ലാവരും. ആചരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്യണം, ചെയ്യിപ്പിക്കണം തന്നെ. എന്താ അർത്ഥം? നമ്മൾ ചെയ്യുകയും വേണം, ചെയ്യിപ്പിക്കുകയും വേണം. അതിന് പ്രേരണ കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു രീതി നമ്മുടെ പാലക്കാട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ എണീറ്റ് വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലുന്ന വീട്. അങ്ങനെ ഒരു കഥ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കഥയല്ല, നടന്നൊരു സംഭവമാണ്. ഇത് നടന്നത് ബോംബെയിലാണ്. ഒരു മാർവാടി ഫാമിലി. മാർവാടി എന്ന് പറഞ്ഞാൽ നല്ല വലിയ പക്ക ബിസിനസ്സുകാരാണ്, കൊടീശ്വരന്മാർ. അപ്പോൾ ഈ മാർവാടിയുടെ വീട്ടിലെ 4 മക്കളാണ് അദ്ദേഹത്തിന്. അപ്പം കോടീശ്വരന്മാരാണ്. വീട്ടിലാണെങ്കിൽ 5ഉം 6ഉം കാറും 7ഉം 8ഉം ജോലിക്കാർ, അത്രയും സൗകര്യങ്ങളും വീടും സൗകര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഈ മാർവാടി തൻ്റെ മൂത്ത മകനെ കല്യാണം കഴിക്കാൻ ഒരു കോടീശ്വരൻ്റെ മകളെ കൊണ്ടുവന്നു. ആ പെണ്ണ് വീട്ടിൽ കയറിയ നിമിഷം മുതൽ നോക്കണം, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവൾ പറഞ്ഞു, എനിക്ക് ആ ക്ലബ്ബിൽ മീറ്റിംഗ് ഉണ്ട്. ഇവളാണെങ്കിൽ ലയൺസ് ക്ലബ്ബിൽ മെമ്പറാണ്, റോട്ടറി ക്ലബ്ബിൽ മെമ്പറാണ്, അതാണ് ഇതാണ്, എല്ലാ സ്ഥലത്ത് പോലെ വിമൻസിൻ്റെ ഒരുപാട് ക്ലബ്ബ്, അവിടെ പോകണം ഇവിടെ പോകണം. രാവിലെ കാറെടുത്തൊരു പോക്കാണ്. അമ്മ വിചാരിച്ചു ഇങ്ങനെ ഒരു മരണത്തിനെയാണല്ലോ കൊണ്ടുവന്നതെന്ന്.
ഹേയ്, ഇനി രണ്ടാമത്തവന് കെട്ടുമ്പോൾ കുറച്ചൊരു വിദ്യാഭ്യാസമുള്ളതിനെ കൊണ്ടുവരണം. ഇതൊരു വിദ്യാഭ്യാസം വലിയതൊന്നുമില്ല, പഠിച്ചൊരു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ പഠിച്ചതിൻ്റെ ഒരു ഗമയും ഉള്ളതിൻ്റെ പൈസയുടെ ഒരു അഹങ്കാരമൊക്കെ കൂടുതലായിരുന്നു. ഈ രണ്ടാമത്തത് വന്നപ്പോൾ അതാണെങ്കിൽ MA ഗോൾഡ് മെഡലിസ്റ്റൊക്കെയാണ്. അവർ പൈസ ഉള്ളതുകൊണ്ട് ആരെയും കല്യാണം കഴിക്കാം. കല്യാണമൊക്കെ കഴിച്ചു കൊണ്ടുവന്ന് ഈ പെണ്ണ് വീട്ടിലെത്തിയപ്പോൾ അവൾ നോക്കുമ്പോൾ മൂത്തത് വന്നത്, അവൾ രാവിലെ കാറും കൊണ്ട് ഇറങ്ങണു. ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ഇറങ്ങാതിരിക്കുന്നത്? അവൾ വേറൊരു കാറും കൊണ്ട് അവൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവരൊക്കെ ആ വീട്ടിൽ അവരെ വിചാരം ഇതൊക്കെ ഒരു സുഖവാസ കേന്ദ്രം പോലെയൊക്കെയാണ്. അപ്പോൾ ഈ അമ്മ വിചാരിച്ചു, അമ്മയാണെങ്കിൽ വലിയ ഭാഗവതോത്തമ്മ, അമ്മയ്ക്ക് ഇങ്ങനെ ഭാഗവതം എവിടെ ഉണ്ടോ അവിടെ പോയി നിലത്തേ ഇരിക്കുള്ളൂ, കോടീശ്വരൻ്റെ ഭാര്യയാണെന്നുള്ള ഭാവം അമ്മയ്ക്കില്ല. അപ്പം അമ്മ വിചാരിച്ചു, മൂന്നാമത്തവൻ കെട്ടുകയാണെങ്കിൽ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കെട്ടാം, എന്നാൽ പിന്നെ ഇത്തിരി അനുസരണം ഉണ്ടാവുമല്ലോ, അവൾ വരെ പോലെ ഒന്നും പോവില്ലല്ലോ. മൂന്നാമത്തവനെയും കല്യാണം കഴിപ്പിച്ചുകൊണ്ട് മൂന്നാമത്തവൾ വിചാരിക്കുകയാണ്, ഇവരിടയിൽ ഞാൻ ഇത്തിരി ഇല്ലാത്തവളാണെന്നുള്ളൊരു ഭാവം അങ്ങനെ ഇവർക്കുണ്ടാവണ്ട. അവളും വണ്ടി എടുത്ത് പോകാൻ തുടങ്ങി. അവൾ ആദ്യം വണ്ടി ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പം അമ്മ വിചാരിച്ചു, എന്നാൽ പിന്നെ നാലാമത്തതിനെ കൊണ്ടുവരുമ്പോൾ അതിത്തിരി സംസ്കാരമുള്ളതാവണം, ഭാഗവതവും മറ്റും അറിയുന്നതാവണം, വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമൊക്കെ അറിയുന്നൊരു കുട്ടിയാവണം. അങ്ങനെ അന്വേഷിച്ച് മകനോട് പറഞ്ഞു, എടാ നീ അങ്ങനെയുള്ളൊരു കുട്ടിയെ കെട്ടാവൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ അമ്മയോട് വളരെയധികം ഒരു ട്യൂണിങ് ഉള്ളൊരു മകനാണ്. അവസാനം അങ്ങനെയൊരു പെൺകുട്ടിയെ കണ്ടെത്തി. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലുന്ന കുട്ടി. ഈ കുട്ടി 3-3:30 എണീക്കും. എണീറ്റ് നേരെ അടുക്കളയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ പറഞ്ഞു, മോളെ ഇതിനൊക്കെ ജോലിക്കാരുണ്ട്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? പറഞ്ഞു, ഇതിലൊരു കാര്യമുണ്ട് അമ്മയെന്ന്. എന്നിട്ട് അവൾ മറ്റുള്ളവർക്ക് പോലും ഭക്ഷണം ഉണ്ടാക്കി എല്ലാം ടേബിളിൽ വെക്കും, അവരുടെ റൂമിലേക്ക് വേണ്ട കാപ്പി അയക്കും. ഇതൊക്കെ കണ്ട് അമ്മ മറ്റുള്ളവരോട് പറഞ്ഞു, ദേ ഇതൊക്കെ ഇവളാണ് ഉണ്ടാക്കണത്, ഓർത്തോണം. അപ്പോൾ മറ്റൊരു ചോദിച്ചു, എന്തിനാ അവളുണ്ടാക്കണത്? ജോലിക്കാരിയില്ലേ, ഇവളോട് ആരാ ഉണ്ടാക്കാൻ പറഞ്ഞത്? അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്കതിലൊരു വിഷമവും വേണ്ട, ഞാനത് ചെയ്യുന്നത് ഒരു സതുദ്ദേശത്തോടു കൂടിയിട്ടാണ്, ഒരു പുണ്യത്തിനാണ്, എനിക്കതുകൊണ്ടൊരു ഗുണമുണ്ട്. ചോദിച്ചു, എന്താ ഗുണമെന്ന്? അത് ഞാൻ പിന്നെ പറയാമെന്ന്. അപ്പോൾ പിറ്റേ ദിവസം ഇവൾ കാലത്തെണീക്കണോ, ഇവളിതൊക്കെ ഉണ്ടാക്കണോ, 3ാമത്തെ ദിവസം 4ാമത്തെ. അപ്പോൾ ഇവർക്കും ഇങ്ങനെ ഒരു വിഷമം, ഇവളുണ്ടാക്കിയതാണല്ലോ കഴിക്കണതെന്നല്ല. അപ്പോൾ എന്തിനാണ് നീ ഇത് ചെയ്യണതെന്ന് പറഞ്ഞു. അതിലൊരു കാര്യമുണ്ട്. ചോദിച്ചു, അതെന്താണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എന്താണ് അതിൽ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, പണ്ട് ഒരു പിടി അവിലുമായിട്ട് കുചേലൻ കൃഷ്ണനെ കാണാൻ പോയ കഥ കേട്ടില്ലേ? ആ ഒരു അവിൽ കൃഷ്ണന് കൊടുത്തതോടുകൂടി, ആ കൃഷ്ണൻ സ്വീകരിക്കുന്നതോടുകൂടിയിട്ട് കുചേലൻ്റെ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും നീങ്ങി. കേട്ടിട്ടില്ലേ നിങ്ങൾ? കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു ദിവസം ഭഗവാൻ അത് സ്വീകരിക്കുന്നു. എന്ന് ഭഗവാൻ സ്വീകരിക്കുന്ന എനിക്കറിയില്ല, അന്ന് എൻ്റെ ജീവിതം അനുഗ്രഹീതമാവും. ഇത് ഈ കുട്ടി പറഞ്ഞില്ലേ, പിറ്റേ ദിവസം കാലത്ത് അടുക്കളയിൽ ഭയങ്കര ബഹളം. അമ്മ നോക്കുമ്പോൾ 3 അടുക്കളയിൽ കിടന്ന് മറിയുക. അപ്പം അമ്മ ചോദിച്ചു, എന്തേ നിങ്ങൾക്കൊന്നും ക്ലബും പരിപാടി? ഭഗവാനെ കാണണമെന്ന്, ഞങ്ങൾക്കും എന്ത് വേണം? ഭഗവാനെ കാണണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും. അപ്പോൾ ഈ പെൺകുട്ടി നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ജോലിയില്ല, കാരണം ഇവരൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉടനെ ഇവളെന്ത് വെച്ചാൽ ചൂലൊക്കെ എടുത്ത് മുറ്റടിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ അതിനൊക്കെ ജോലിക്കാരൻ്റെ, നമുക്ക് പണിക്കാരൻ്റെ മോളെ ചെയ്യണ്ട ചെയ്യണ്ട. അതിലൊരു കാര്യമുണ്ട് അമ്മയെന്ന്. എന്താ മോളെ കാര്യം എന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് വീണ്ടും സംശയം, ഇതിലെന്താ കാര്യമുള്ളതെന്ന്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു, പണ്ട് ശബരീദേവി എന്നൊരു ദേവി ഉണ്ടായിരുന്നു. അവരിങ്ങനെ കുളിക്കാനുള്ള വഴി വൃത്തിയാക്കി വയ്ക്കുമ്പോൾ അതിലൂടെയാണ് മാതംഗ ഋഷി പണ്ട് വന്നത്. ആ ഋഷി അവിടെ കാല് വെച്ചതും അന്ന് മുതൽ അത് ശബരീദേവിയുടെ ജീവിതത്തിൻ്റെ മാറ്റവുമായി ശിഷ്യയായി സ്വീകരിച്ച് പിന്നെ ശബരി നമുക്കറിയാം എവിടെ എത്തി എന്നുള്ളത് അല്ലേ. അങ്ങനെ ഞാൻ വൃത്തിയാക്കുന്ന ഈ സ്ഥലത്ത് ഏതെങ്കിലും ഒരു മഹാത്മാവ് ഒരിക്കൽ കാല് വയ്ക്കാതിരിക്കില്ല. അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി തീരും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുറ്റടിക്കുന്നത്. വിടുമോ? വെറുതെ വിടുമോ? പിറ്റേ ദിവസം നോക്കുമ്പോൾ കാലത്ത് ചൂലോട് ചൂല്, ഒരൊറ്റ ചൂലും കാണില്ല. അപ്പോൾ ചോദിച്ചു, എന്താ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് എന്താ പറ്റിയതെന്ന്? അല്ല, ഞങ്ങൾക്കൊക്കെ മഹാന്മാരുടെ അനുഗ്രഹം കിട്ടണമെന്ന്.
എല്ലാം ചൂലെടുത്ത് അടിച്ച് വാരലാണ്. അപ്പോൾ ഈ കുട്ടിക്ക് വേറെ പണിയില്ല. അന്നാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത കാലമാണ്. ഇവരൊക്കെ അഴിച്ചിട്ട ഡ്രസ്സ് കുട്ടി വേഗെടുത്ത്, അന്ന് സർഫും കിർഫൊന്നുമില്ല, അപ്പം സോപ്പിലൊക്കെ ഇട്ട് നല്ലവണ്ണമൊക്കെ തേച്ച് വൃത്തിയാക്കണം. ഇവളതൊക്കെ എടുത്ത് അലക്കി വൃത്തിയാക്കി. അയ്യോ ഞങ്ങളുടെയൊക്കെ വസ്ത്രം എന്തിനാ നീ അലക്കണത്, അതിനൊക്കെ ആളെ വെച്ചിട്ടുണ്ടല്ലോ. അല്ല, അതിലൊരു കാര്യമുണ്ടെന്ന്. എന്താ കാര്യം? അത് പറഞ്ഞില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. എന്താ കാര്യം എന്ന്? ഇതുപോലെ പണ്ട് തുണി അലക്കി കൊടുത്ത ഒരാളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പേരാണ് പത്മപാദൻ. ആരാണ്? പത്മപാദൻ. ആചാര്യസ്വാമികളുടെ തുണി അലക്കലായിരുന്നു അവരുടെ ജോലി. ഒരിക്കൽ ആദിശങ്കരാചാര്യ സ്വാമികൾ ശരിക്കും അങ്ങോട്ട് അനുഗ്രഹിച്ചു എന്നാണ്. അതോടുകൂടി പത്മപാദൻ ഒരു വലിയ ഗുരുവായി. ഒരു മഠം തന്നെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു ആചാര്യസ്വാമികൾ എന്നൊക്കെയാണ് കഥ. എന്ന് പറഞ്ഞ പോലെ നല്ല മനസ്സോടെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവിടെ എല്ലാ മാറ്റങ്ങളും വിജയവും ഉയർച്ചയും വികാസവും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതിലേത് പെൺകുട്ടിയെപ്പോലെ ആവണം നമ്മൾ ഓരോരുത്തരും? ഒന്നാമത്തതുപോലെ ആവണം. ഒന്നാമത്തതുപോലെ ആവണോ? രണ്ടാമത്തതുപോലെ ആവണോ? മൂന്നാമത്തതുപോലെ ആവണോ? ആരാവണം? എത്ര പേര് നാലാമത്തതുപോലെയാണ്? നോണ പറയുന്നതിനൊരു കണക്കില്ലേ? സത്യം നമുക്കല്ലേ അറിയുള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആചരിക്കുകയും വേണം, ആചരിക്കുകയും വേണം, ആചരിപ്പിക്കുകയും വേണം. തയ്യാറാണോ? ഒരു മാറ്റം നമുക്ക് പാലക്കാട് ഉണ്ടാക്കാം. ഒരു പരിവർത്തനം നമുക്കിവിടെ ഉണ്ടാക്കാം. നല്ല തലമുറകളെ നമുക്ക് ഇപ്പോഴേ വാർത്തെടുക്കാം. അതിനുള്ള ഒരു പ്രതിജ്ഞയുടെ ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം. പിന്നെ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ, അറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാൾ ദിവസം കൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനന ദിവസം കൂടിയാണ്. നമ്മുടെ ഭാരതത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളി സമൂഹത്തിന് ഭാഗവതത്തിൻ്റെ 8 വോള്യം പുസ്തകം തന്ന ഒരു ഗുരു, ഒരു എന്താ പറയുക, മഹാത്മാവായ, ഏറ്റവും ഒരു മഹാമനസ്കനായ ഗുരുവര്യനായിരുന്നു ആര്? അദ്ദേഹത്തിൻ്റെ 8 വോള്യം പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഗുരുവായൂർ ദേവസ്വത്തിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ 8 വോള്യം പുസ്തകം ഒരുവിധമൊക്കെ എന്നെ കൊണ്ടാവുന്നത്ര കടന്നുപോയി നോക്കിയിട്ടുണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം. ശ്രീധരീയ വ്യാഖ്യാനത്തിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം കൊടുത്ത ഒരു മഹാഗുരു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാൾ ദിവസമാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം ജീവിച്ചത് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്. അപ്പം അങ്ങനെയുള്ള ഒരു മഹാപ്രതിഭ ജനിച്ച ദിവസം നമ്മളും ഒരു പ്രതിജ്ഞ ചെയ്യണം. അവരൊക്കെ എത്രമാത്രം നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടോ, അതിൻ്റെ അല്പമെങ്കിലും നമ്മൾ പകർന്നിട്ടില്ലെങ്കിൽ ഈ ജീവിതത്തിനെന്ത് മഹത്വം? സ്വാമി വിവേകാനന്ദൻ പറയും, ഒരു സൂര്യനെപ്പോലെ കത്തിജ്വലിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് വരില്ല. അത്രയും ഒന്നും കരുത്തെനിക്കുണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു മെഴുകുതിരി പോലെ അല്പം ഒന്ന് കത്തി പ്രകാശം പകരാൻ അത് സാധിച്ചാൽ തന്നെ ജീവിതം എത്രമാത്രം ധന്യതയാണ്, എത്രമാത്രം അത് സമ്പന്നമാണ്. എങ്കിലും ഞാൻ ഒരിക്കലും ഉമിത്തി പോലെ കത്തിയെരിയില്ല. പണ്ട് വീടുകളിലൊക്കെ ഉമിത്തി കത്തിക്കും, ഉമിക്കരിക്ക് വേണ്ടിയിട്ട്. അതിങ്ങനെ എരിഞ്ഞെരിഞ്ഞ് കത്തും. ആ വെളിച്ചം ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. കാരണം ഉള്ളിലാണ് കനൽ എരിഞ്ഞുകൊണ്ടിരിക്കുക. ഇതുപോലെ ഉള്ളിൽ എരിഞ്ഞടങ്ങുന്ന കനൽ പോലെ ആവരുത് ജീവിതം. അത് പ്രകാശമാവണം, അത് വെളിച്ചമാവണം, അത് മറ്റുള്ളവരിലേക്ക് കുറച്ചെങ്കിലും സ്വല്പമപ്യസ്യ ധർമ്മസ്യത്രായതേ മഹതോപയാൽ കുറച്ചു പേർക്കെങ്കിലും പകർന്നു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാവുന്നത്, ധന്യമാവുന്നത്, അനുഗ്രഹീതമാവുന്നത്, പവിത്രമാവുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഭാഗവതത്തിനെ ഭാഗവതോത്സവം എന്ന് പേരിട്ടത്. ഇതൊരു ഉത്സവമാണ്. എന്തുകൊണ്ടാണ് ഉത്സവം എന്ന് പറയാൻ കാരണം? ഉത്സവമാണ്. മനസ്സിനെ ഉയർത്തുന്ന, മനസ്സിനെ ഉദ്ധരിക്കുന്ന, മനസ്സിനെ വികസിപ്പിക്കുന്ന. ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്?
കൊടി ഉത്സവത്തിന് എന്താ ചെയ്യുക? ഉയർത്തലാണ്. അപ്പം കൊടി ഉയർത്തുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഉയർത്തുക. അപ്പം അതിനെ ഊർജമുള്ളതാക്കുക, സന്തോഷമുള്ളതാക്കുക. മനസ്സിലായില്ലേ? അപ്പം ഇതൊരു ഉത്സവമാണ്. നമ്മൾ ഭാഗവത ഉത്സവം നടത്തുകയാണ്. ഭാഗവതത്തിലൂടെ അതിൻ്റെ പല ഭാഗങ്ങളിലൂടെ, ഇപ്പം അത് വിഷ്ണു സഹസ്രനാമാവാം, മറ്റുള്ളവരെ ആദരിക്കലാവാം, മഹാന്മാരുടെ സാന്നിധ്യത്തിൽ അവരിൽ നിന്ന് കിട്ടുന്ന വാക്കുകളാവാം. അതിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനെ ഉദ്ധരേത് ആത്മനാത്മാനം എന്ത് ചെയ്യുന്നു? നമ്മൾ ഉയർത്തുകയാണ്. ഉയർത്തുന്നത് ഉത്സവമാണ്. എന്താ ഉത്സവം? മനസ്സിനെ ഉയർത്തുന്നത്. സാധാരണ ഉത്സവമല്ല ഉത്സവം. സത്യത്തിൽ സാധാരണ ഉത്സവത്തിനൊക്കെ പോയ കുറേ മേളം കേട്ട് ഇല്ലേ, പിന്നെ പി 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 ഒക്കെ വാങ്ങിച്ച് കുറേ കുട്ടികൾ അത് ഇതൊക്കെ വാങ്ങിച്ച് ബലൂണൊക്കെ വാങ്ങിച്ച്, അല്ലെങ്കിൽ അവിടെ ഇതൊന്ന് തൊഴുത് അമ്പലത്തിൽ പോയി തൊഴുത് ശരിക്കും അതുകൊണ്ട് മനസ്സ് ഉയരുമോ എന്ന് എനിക്കറിയില്ല. ഉയരുന്നുണ്ടോ മനസ്സ്? ആത്മീയതയിലൂടെ, അറിവിലൂടെ, സാധനയിലൂടെ ഉയരുന്നത് പോലെ ഒരിക്കലും നിങ്ങൾക്ക് ദർശനത്തിലൂടെ മനസ്സ് ഉയരില്ല. ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ പറയും, നഹി അമ്മയാനി തീർത്ഥാനി 10-ാം സ്കന്ധം, ഭാഗവതം 10-ാം സ്കന്ധം. അവിടെ പറയുന്നൊരു ശ്ലോകമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി ഒരിക്കൽ ധാരാളം മഹാന്മാർ വന്നു. ആ മഹാന്മാരെയൊക്കെ കണ്ടുകൊണ്ട് ഭഗവാൻ പറയാണ്, നഹി അമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയ തേ പുനന്തി ഒരു കാലേന ദർശനാദേവ സാധവ. ഒരു സാധകന്മാരുടെ കൂടെ ഇരുന്ന്, ആചാര്യന്മാരുടെ സന്നിധിയിലിരുന്ന് നമ്മൾ നല്ലത് കേട്ടുകൊണ്ട് വ്യക്തതയോടെ സാധന അനുഷ്ഠിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഉയർച്ച പോലെ, ഉന്നതി പോലെ, പരിവർത്തനം പോലെ ജീവിതത്തിൽ വെറും ക്ഷേത്ര ദർശനം കൊണ്ട് മനസ്സൊരിക്കലും ഉയരുകയില്ല. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ എഴുതി വെച്ചത്, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. സത്സംഗമാണ്. കുചേല ബ്രാഹ്മണൻ കൃഷ്ണനെ കണ്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ കുചേല ബ്രാഹ്മണനോട് പറയുന്ന ഒരു വരികളുണ്ട്, ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തേ. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തേ. ജീവിതം അനുഗ്രഹീതമാവണം. മനസ്സിലായില്ലേ? ഉത്സവമാക്കണം. അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം. സാധന ചെയ്യണം, അനുഗ്രഹം വേണം. അനുഗ്രഹവും സാധനയും ഉണ്ടോ, ജീവിതം സാധകമായി, ജീവിതം സാർത്ഥകമായി, ജീവിതം ധന്യമായി. വേണ്ടേ? വേണ്ടേ? വേണോ വേണ്ടയോ? അതിന് സാധിക്കട്ടെ നമുക്ക്. ഞാനിവിടെ പരീക്ഷത്തിൻ്റെ ആ ഒരു കഥ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നിർത്തുകയാണ്. പരീക്ഷത്ത് ആ പ്രജകളുടെ ക്ഷേമം നോക്കാൻ പോയപ്പം അതേ ഒരു കാളയെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. കാളയെ 3 കാലുകൾ തളർന്നു, 1 കാല്. ഈ കാര്യം ഭാഗവതം പറയുന്നത് ധർമ്മം എന്ന വാക്ക് ഇന്നേറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. ഏത്? ധർമ്മം. സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ചൊറിച്ചിൽ വരുന്നു. എനിക്കറിയില്ല ഇവർക്ക് എന്ത് പൊടിയാണ് തട്ടിയതെന്ന്. ചില ഈ കായയുടെയൊക്കെ പൊടി തട്ടിക്കഴിഞ്ഞാൽ ചൊറിയെന്ന് പറയും ഇല്ലേ? തുവാന്ന് പറഞ്ഞൊരു സാധനമല്ലേ ഇല്ലേ? അതിൻ്റെയൊക്കെ ഈ പൊടി തട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? ഇതുപോലെയാണ് ചിലർക്ക് സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോഴേക്കും ചൊറിച്ചിൽ വരും. പ്രത്യേകിച്ച് തമിഴ്നാടുമുണ്ട്, കേരളത്തിലുമുണ്ട് കുറേ എണ്ണം. എന്തുകൊണ്ട് ഇവർക്ക് സനാതനം എന്നൊക്കെ കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കത് വേണ്ട പോലെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. ഈവൻ നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയില്ല എന്താ സനാതനധർമ്മം എന്ന്. മനസ്സിലായില്ലേ? വേണ്ടാത്ത രീതിയിലാണൊക്കെ പഠിച്ചു വയ്ക്കുന്നതും കേട്ട് മനസ്സിലാക്കുന്നതും എല്ലാം അങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യാനാണ്? ഒരമ്മ എന്നോട് പറയുന്നത്, സ്വാമി ഈ ശങ്കരാചാര്യ സ്വാമികൾ നമ്മളോട് വേണ്ടാത്ത പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ പറയുന്നു, എനിക്കത് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ ഒരു പ്രാർത്ഥന? ശങ്കരാചാര്യ സ്വാമികൾ ദുഃഖം തരണേ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, ശങ്കരാചാര്യ സ്വാമികൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. എവിടെയാണ് പറഞ്ഞതെന്ന്? എന്നാൽ സ്വാമിജി അത് മനസ്സിലാക്കിയില്ല. എന്താ അറിയോ? ഈ ഭജഗോവിന്ദം എന്നുള്ള കൃതി അവർ പറഞ്ഞ് കളിപ്പിച്ചിട്ട് എനിക്ക് ആ ഭജഗോവിന്ദം അവർ പാടുന്നത് എങ്ങനെയാണ്?
ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം. ചൊല്ലു. അല്ല, ഞാൻ പറഞ്ഞതല്ല, ബാക്കി നിങ്ങൾക്ക് അറിയാലോ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃഞ്ഞ കരണേന്നാണ് ഈ അമ്മ വായിക്കുന്നത്. അറിയാം, ദുഃഖം തരണേന്ന്. സംസ്കൃതം അറിയാത്തതിനിപ്പോൾ ഇങ്ങനെ തെറ്റായി വായിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? എന്നിട്ട് പറയാം, ശങ്കരാചാര്യസ്വാമികൾ നമ്മളോട് ദുഃഖം തരണേ എന്ന് പറഞ്ഞിരിക്കണു. എന്താ അതിന് പറയുക? കൈകൂപ്പിയിട്ട് പറഞ്ഞു, അമ്മേ ഇതിലും വലിയൊരു വ്യാഖ്യാനം ലോകത്തിലാരും കൊടുത്തിട്ടുണ്ടാവില്ല. ആചാര്യസ്വാമികൾ ജീവിച്ചിരിക്കാൻ ഞാൻ നന്നായി, കാരണം ജീവിച്ചിരുന്നെങ്കിൽ ബോധം പോയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ. അതുപോലെയാണ് ഈ സനാതനധർമ്മം തെറ്റായി മനസ്സിലാക്കി. അത് ജാതീയതയാണ് എന്ന് തെറ്റായി മനസ്സിലാക്കി. സത്യത്തിൽ സനാതനധർമ്മം ജാതീയതല്ല. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ജാതീയത എന്നല്ല ഭാരതത്തിൻ്റെ വിഷയം. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം ഇതാണ്: മനസ്സിനെ സാധന കൊണ്ട് പൂർണ്ണതയിലെത്തിക്കുക. മനസ്സിനെ ഉണർത്തുക, ഉയർത്തുക, പൂർണ്ണമാക്കുക. പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ. ആ പൂർണ്ണതയാണ് സനാതനം, ദിവ്യം, സനാതനം, നിത്യം, പവിത്രം. അതാണ് സനാതനം. അതിലേക്ക് നമ്മളെ ഉയർത്തുന്ന ധർമ്മം, പൂർണ്ണതയിലേക്ക് ഉയർത്തുക. ധർമ്മം എന്ന വാക്കിന് ഉണരുക, ഉയർത്തുക, പരിപാലിക്കുക, പരിപോഷിപ്പിക്കുക, കൈപിടിച്ചുയർത്തുക. തളർത്തുന്നതല്ല ധർമ്മം, ഉണർത്തുന്നതാണ് ധർമ്മം, ഊർജം പകരുന്നതാണ് ധർമ്മം. അതാണ് ഭാരതത്തിൻ്റെ സംസ്കൃതി. മനസ്സിലായില്ലേ? എന്നാൽ ജാതീയത പറഞ്ഞ്, വേണ്ടാത്തത് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ തമ്മിലടിപ്പിച്ച്, ഈ ഹിന്ദുക്കളെ ഉണ്ടല്ലോ തമ്മിലടിപ്പിച്ച് തടിപ്പിച്ച്, ഇതിൽ ചിലർ മുതലെടുത്ത് അവർക്ക് രാഷ്ട്രീയം നിലനിർത്തണം. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ഉണർന്നാൽ ഇവിടെ ആരും ഭയപ്പെടേണ്ടതില്ല. മനസ്സിലായില്ലേ? മുസ്ലിങ്ങളും ഭയപ്പെടേണ്ടതില്ല, ക്രിസ്ത്യൻസും ഭയപ്പെടേണ്ടതില്ല. കാരണം ഹിന്ദു പൂർണ്ണതയിലേക്ക് ഉയരുന്നുവെങ്കിൽ അവരെയും കൂട്ടിയേ നമ്മൾ ഉയരുള്ളൂ, നമ്മളായിട്ട് ഉയരുകയല്ല. ഈവൺ അവരെ കൂട്ടിക്കൊണ്ട് ഉയർത്താൻ കഴിയുന്നവരാണ് ഹിന്ദുക്കൾ. ആരെയും തളർത്തുകയും തകർക്കുകയും ചെയ്യുന്നവരല്ല, ഉണരുകയും ഉയർത്തുകയും. മനസ്സിലായില്ലേ? ഉത്തിഷ്ഠത, ജാഗ്രത എന്നൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇതൊക്കെ നമുക്ക് വ്യക്തതയുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇതൊക്കെ ഇവിടെ കേരളത്തിൽ നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ വഴിതെറ്റിക്കാൻ കുറേ ആൾക്കാർ വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് അമൃതം ഭാഗവതോത്സവം പോലുള്ള ഇങ്ങനെയുള്ള സത്സംഗ ചടങ്ങുകൾ, മഹോത്സവ ചടങ്ങുകൾ കിട്ടുന്നതും